ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി സദ്യ ഒരുക്കലാണ്. അപ്പോൾ അടുക്കള മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുവാണ്. മലക്കറി എല്ലാം അരിഞ്ഞ് ഇതായി കിടക്കുവാണ്. അപ്പം ഞങ്ങൾ ഓണത്തിനൊന്നും സദ്യയൊന്നും വെച്ചില്ലായിരുന്നു. ഓണം നബിദിനം ഒരു ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ സദ്യയൊന്നും ഒരുക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയാണ് ഒരുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുക്കുന്നിട്ടില്ല. വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. സാമ്പാറും അവിയലെല്ലാം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ അതിൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ കമൻസും രേഖപ്പെടുത്തണം. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച്. സാമ്പാർ, പുളിശ്ശേരി, പരിപ്പ് കറി, അവിയൽ, ക്യാബേജ് തോരന്, പിന്നെ പയറും മത്തങ്ങ ഉടച്ചിട്ടുള്ളൊരു സംഭവമുണ്ടല്ലോ അത്. പിന്നെ അച്ചാറായിട്ട് ഇഞ്ചൻ പുളി ഉണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, ഈത്തപ്പഴ അച്ചാറുണ്ടായിരുന്നു. പിന്നെ പായസം, അടപ്രഥമനും സേമിയയും വെച്ചു. പിന്നെ പപ്പടം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇലയിൽ വിളമ്പുന്നൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങളുടെ സദ്യയൊക്കെ താണ്ട് ഇതായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചയാണ് ഒരുക്കിയത്. മക്കൾക്ക് സദ്യ ഇഷ്ടമാണ്. ഒരുപാട് മലക്കറിയൊന്നും ഇഷ്ടമല്ല, എങ്കിലും അവർ സദ്യ ഒരുക്കി കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.